റോഷി, ഒരുപാട് പേർ അവരുടെ കഥകൾ പറഞ്ഞു, ഒരുപാട് പേർ അവരുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. പക്ഷേ ഇതിന് ആര് പരിഹാരം കാണുമെന്നത് ഇനിയും നിശ്ചയമില്ല. ഇപ്പോഴും സിബിൽ സ്കോർ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യർ, സിബിൽ സ്കോറിൻ്റെ പേരിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ കിട്ടാത്ത മനുഷ്യർ, ബ്ലേഡ് മാഫിയയ്ക്ക് മുന്നിൽ തലവെച്ച് കൊടുക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നു ഇന്നത്തെ നമ്മളുടെ ലൈവത്തോളിനുള്ള പ്രതികരണം? ഇപ്പോഴും ആളുകളുടെ ആശങ്കകൾ കൂടുകയല്ലേ റോഷി? അരുൺകുമാർ, ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കേരളത്തിലെമ്പാടും, ഒരുപക്ഷെ രാജ്യത്തെമ്പാടും ഈ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട്. അത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളടക്കം. കാരണം ഒരു ഹോം ലോൺ പോലും നമുക്ക് ലഭ്യമാകണമെങ്കിൽ സിബിൽ സ്കോർ ആവശ്യമാണ്. അതിൽ നമ്മൾ സ്ഥലം പണയം വെച്ച് പോലും ലോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ആകെ ആശ്രയം സഹകരണ ബാങ്കുകൾ മാത്രമാണ്. അവിടെ എളുപ്പത്തിൽ നമുക്ക് പക്ഷേ ഒരു ദീർഘസമയം ലഭിക്കുകയുമില്ല. വായ്പ എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അടച്ചു തീർക്കേണ്ടി വരും. പൊതുവെ പൊതുമേഖലാ ബാങ്കുകളെയോ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കുകളെയോ ആശ്രയിക്കുന്നവർ, അവർക്ക് ലോൺ എടുത്താൽ ആ തുക അടയ്ക്കാൻ കൂടുതൽ സമയം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിമാസം അടക്കുന്ന തുക കുറവായിരിക്കും. അതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പൊതുമേഖലാ ബാങ്കുകളാണെങ്കിൽ ഈ ഹോം ലോൺ അടക്കം അതിന് പലിശ താരതമ്യേന കുറവായിരിക്കും. ഇതൊക്കെയാണ് ഈ ബാങ്കുകളെ ആശ്രയിക്കുന്നത്. സിബിൽ സ്കോർ ഇതിനൊരു മാനദണ്ഡമാക്കിയതോടെയാണ് എല്ലാവരും പ്രതിസന്ധിയിലാവുന്നത്. ലോണിൻ്റെ പലിശയെ വരെ ഈ സിബിൽ സ്കോർ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും അവർ ചെയ്യാത്ത തെറ്റിന് സിബിൽ സ്കോർ കുറയുകയും സ്വാഭാവികമായും ലോൺ അടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇതിനൊക്കെ ആര് പരിഹാരം കാണുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ഈ സ്വകാര്യ ഒരു സംരംഭം, ആ സിബിൽ എന്ന സംരംഭം. പക്ഷേ പൊതുമേഖലാ ബാങ്കുകളടക്കം ഇതിനെ ആശ്രയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന് ആര് മണികെട്ടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കേന്ദ്ര സർക്കാർ ഇതിനൊരു നിയന്ത്രണം, RBIയുടെ കൃത്യമായ നിയന്ത്രണം, ഇത് നേരിട്ടൊരു കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് കൃത്യമായി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഫോൺ നമ്പർ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സിബിൽ സ്കോർ നിർണ്ണയിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഉണ്ടായേക്കുന്ന അപകടമാണ്. ഇങ്ങനെ വട്ടിപ്പലിശക്കാർ മറ്റ് സംസ്ഥാനങ്ങളും തമിഴ്നാട്ടിൽ നിന്നടക്കം എത്തി കേരളത്തിൽ വലിയ പലിശ വാങ്ങിക്കുകയും ആ പലിശയ്ക്ക് ഇരയാകുന്നവർ അവർ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുബേരി അടക്കമുള്ള ഈ പോലീസിൻ്റെ അന്വേഷണങ്ങളും പോലീസിൻ്റെ നടപടികളും നിശ്ചലമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് നാട്ടിൽ. അതുകൊണ്ടാണ് മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളടക്കം ഈ വാർത്ത കൃത്യമായി വീക്ഷിക്കുകയും അവർ ആ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. എല്ലാവരും കണ്ടു. അത് ജനപ്രതിനിധികളടക്കം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വന്നത്. കാരണം അവരൊക്കെ ഇതിൻ്റെ ഇരകളാണ്. ഇന്ന് ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ച്, ദീപു കരുണാകരൻ എന്ന, അവർ ഒരു സിനിമ തന്നെ നിർമ്മിക്കുകയാണ്. സിബിൽ സ്കോർ എന്നാണ് ആ സിനിമയുടെ പേര്. രാജ്യത്തെമ്പാടും ഈ സിബിൽ സ്കോറിൻ്റെ ഇരകളായവരുടെ കഥകളാണ് അതിൽ ഏകോപിപ്പിക്കുന്നത്. അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായി. ആ സിനിമ നിർമ്മിക്കുന്നയാളും ഈ സിബിൽ സ്കോറിൻ്റെ ഇരയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമൂഹത്തിൽ ആരുമായി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ സിബിൽ സ്കോറിൻ്റെ ഇരകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അരുൺകുമാർ, താങ്ക് യു റോഷി.